1989 രാജസ്ഥാനിലെ ജുൻജുനുവിൽ നിന്ന് ലോക്സഭാ അംഗമായി. 1990 കേന്ദ്രമന്ത്രിയായി. പിന്നീട് ദേവിലാലിനെ വിട്ട് കോൺഗ്രസിൽ ചേർന്നു. PV നരസിംഹറാവുവിൻ്റെ കാലത്തായിരുന്നു അത്. 1991 ജനതാദൾ വിട്ട് കോൺഗ്രസിലെത്തിയ 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജ്മീറിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പോയ 1993 മുതൽ 1998 വരെ രാജസ്ഥാനിലെ കിഷൻഗർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്ന 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലമായ ജുൻജുനുവിൽ നിന്ന് വീണ്ടും മത്സരിച്ചെങ്കിലും വിജയിയാകാൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതിയായ രാജസ്ഥാൻ സ്വദേശിയായ ജഗ്ദീപ് ധൻഖർ. 2022 ഓഗസ്റ്റ് 6 നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ മാർഗ്രറ്റ് അൽവയെ 346 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 2019 മുതൽ 2022 വരെ പശ്ചിമ ബംഗാൾ ഗവർണറായി. ഒരു തവണ ലോക്സഭാ അംഗം, കേന്ദ്രമന്ത്രി എന്നീ നിലകളിലും പ്രവർത്തിച്ച സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ജഗ്ദീപ് ധൻഖർ. 2003 രാജസ്ഥാൻ കോൺഗ്രസിൽ അശോക് ഗെഹ്ലോട്ട് ശക്തനായതോടെ ജഗ്ദീപ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. 2008 BJPയുടെ രാജസ്ഥാൻ നിയമസഭാ ഇലക്ഷൻ കമ്മിറ്റി അംഗമായി. BJPയുടെ നിയമനിർമ്മാണ കമ്മിറ്റികളുടെ ഭാരവാഹിയായി തുടർന്നു. ഏറെ വൈകാതെ തന്നെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജയുടെ വിശ്വസ്തനാവുകയും ചെയ്തു. ഇടക്കാലത്ത് അഭിഭാഷക ജോലിയിൽ തുടർന്ന് മികച്ച അഭിഭാഷകൻ എന്ന് പേരെടുക്കുകയും ചെയ്തു. 2019 ബംഗാൾ ഗവർണറായി സ്ഥാനമേറ്റത്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയാണ് രാജസ്ഥാൻ സ്വദേശിയായ ജഗ്ദീപ് ധൻഖർ. തിങ്കളാഴ്ച വൈകുന്നേരം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിൻ്റെ പെട്ടെന്നുള്ള രാജി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ഉൾപ്പെട്ട ഭൂരിപക്ഷ വോട്ടർമാരും ഭരണകക്ഷിയായ BJP നേതൃത്വത്തിലുള്ള NDAയിലാണ്. അതിനാൽ ധൻഖറിൻ്റെ രാജി തീരുമാനം അപ്രതീക്ഷിതമായിരുന്നു. സാധ്യമായ പേരുകൾ വരും ദിവസങ്ങളിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് ധൻഖർ ബംഗാൾ ഗവർണറായിരുന്നു. അതിനാൽ ഗവർണർമാരിൽ ഒരാളെയോ പരിചയസമ്പന്നനായ ഒരു സംഘടനാ നേതാവിനെയോ കേന്ദ്രമന്ത്രിമാരിൽ ഒരാളെയോ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാമെന്ന് അനുമാനിക്കുന്നുണ്ട്. ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ BJPക്ക് വലിയൊരു കൂട്ടം നേതാക്കളുണ്ട്. ധൻഖറിന് മുമ്പ് മുൻ BJP പ്രസിഡന്റ് M വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായിരുന്നു. 2017 പാർട്ടി അദ്ദേഹത്തെ പ്രധാന ഭരണഘടനാ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലും ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോഴും അത് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടിക്ക് ഉറച്ച തീരുമാനമാണുള്ളത്. വിവാദമില്ലാത്ത ഒരാളെ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു BJP നേതാവ് പറഞ്ഞു വെക്കുന്നു. പാർട്ടിയിൽ നിന്ന് പരിചയസമ്പന്നനായ ഒരാളെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. JDU MPയും രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനുമായ ഹരിവംശ് 2020 മുതൽ ആ സ്ഥാനത്ത് തുടരുകയും സർക്കാരിൻ്റെ വിശ്വാസം ആസ്വദിക്കുകയും ചെയ്യുന്നതിനാൽ അദ്ദേഹത്തെയും സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി കണക്കാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ മലയാളികൾക്കും സാധ്യത ഏറുന്നു എന്ന ചർച്ചയാണ് ഇപ്പോൾ വളരെ പ്രധാനമായി മുൻപോട്ട് വരുന്നത്. BJPയിലേക്ക് ചേക്കേറുവാൻ പോകുന്നു എന്ന മാധ്യമങ്ങൾ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന നേതാവായ ശശി തരൂർ ഇനി കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വിട്ട BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃമുഖമായി നിന്ന്, അല്ലെങ്കിൽ BJPയിലേക്ക് പ്രവേശിക്കാതെ തന്നെ BJPയുടെ ശബ്ദമായി നിൽക്കാൻ ഉപരാഷ്ട്രപതി പദം അലങ്കരിക്കുവാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഉപരാഷ്ട്രപതി പദവിയിലേക്ക് കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 പേരെയാണ് പരിഗണിക്കുക എന്ന വാർത്തയുടെ പ്രാധാന്യമേറുകയാണ്. ഏറ്റവും ആദ്യം ശശി തരൂരാണ്. മറ്റൊന്ന് കേരളത്തിൻ്റെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ്. മൂന്നാമതായുള്ളത് ഇന്ത്യയുടെ തന്നെ മുഖമായി നിൽക്കുന്ന BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പാലക്കാട്ട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പരിഗണിച്ച E ശ്രീധരനാണ്. ഈ 3 പേരിൽ പ്രാധാന്യമേറുന്നത്, അല്ലെങ്കിൽ സാധ്യത ഏറെയുള്ളത്, മുൻ UN സെക്രട്ടറിയും കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ മുഖമായി നിൽക്കുകയും എന്നാൽ BJPയുടെ സ്വീകാര്യനായ നേതാവ് കൂടിയായ ശശി തരൂരാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിൽ 2024 ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ശശി തരൂരിന് MP സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും BJPയിലേക്ക് ചേരാതെ തന്നെ ഉപരാഷ്ട്രപതി പദം അലങ്കരിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി എന്ന ഒരു ധാരണ BJP മുൻപോട്ട് വെച്ചാൽ അത് ശശി തരൂർ തള്ളിക്കളയുകയില്ല എന്ന് അടിവരയിട്ട് പറയാം. ഓപ്പറേഷൻ സിന്ദൂർ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ലോകരാജ്യങ്ങളെ അറിയിക്കുവാൻ വേണ്ടി നിർമ്മിച്ച സംഘത്തിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ശശി തരൂർ. അന്ന് കോൺഗ്രസ് അത് പാടില്ല എന്ന് പറഞ്ഞപ്പോഴും രാജ്യമാണ് രാഷ്ട്രീയമല്ല വലുതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാഗമായി മുൻപോട്ട് പോയ നേതാവാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പദവിയായ ഉപരാഷ്ട്രപതി പദവി അലങ്കരിക്കുവാൻ ശശി തരൂർ യാതൊരു
വിഷമവും പ്രകടിപ്പിക്കില്ല, യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ആരിഫ് മുഹമ്മദ് ഖാനാണ്. കേരളം പോലെ ബി.ജെ.പിക്ക് അങ്ങനെ സ്വാധീനം കുറവുള്ള ഒരു സംസ്ഥാനത്തേക്ക് ഇന്ന് ബി.ജെ.പിക്ക് വോട്ട് വർധന ഉണ്ടാക്കുന്നതിലെ പ്രധാനപ്പെട്ട ഘടകമായി യൂണിവേഴ്സിറ്റി പോലെയുള്ള പല മാർഗങ്ങളിലൂടെ കേരളത്തിലേക്ക് ബി.ജെ.പിക്ക് ഒരു പാലമായി നിന്ന് പ്രവർത്തിച്ച ആരിഫ് മുഹമ്മദ് ഖാനെ ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു പദത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഈ ശ്രീധരനെ പോലെ ഒരു മുഖം ബി.ജെ.പിക്കൊപ്പം നിൽക്കുമ്പോൾ കേരളത്തിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി ഈ ശ്രീധരനെയും പരിഗണിക്കുന്നുവെന്ന വാർത്തയാണ് ബി.ജെ.പി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് നിലവിൽ ഉപരാഷ്ട്രപതി എന്ന പദം അലങ്കരിക്കുവാൻ കേരളവുമായി ബന്ധപ്പെട്ട 3 പേർ, ഒന്ന് ശശി തരൂർ, 2 ആരിഫ് മുഹമ്മദ് ഖാൻ, മറ്റൊന്ന് ഇ ശ്രീധരൻ. അതിൽ ഏറ്റവും പ്രധാനി തിരുവനന്തപുരത്തിന്റെ MP ആയി നിൽക്കുന്ന, കോൺഗ്രസിന്റെ അമരക്കാരനായി നിൽക്കുന്ന, ബി.ജെ.പിക്കാർക്ക് സ്വീകാര്യത ഏറെയുള്ള ഡോക്ടർ ശശി തരൂരാണ്.